ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു സൈസിലുള്ള പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തോളൂ. നമ്മളിതിൽ മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ 3 എണ്ണം എടുത്തോളൂ. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സൈസിലുള്ള ഇഞ്ചി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. 5 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പൊടികളുടെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത്. 2 വലിയ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർത്ത ഉടൻ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധിക സമയമൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം ഒരു മുട്ട 2ആയിട്ടോ 4ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സൈസിലൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ എഗ് മസാല ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടും മറക്കരുത്. ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്